ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടിയുടെ മാല കൈക്കലാക്കിയ ആ വികലാംഗൻ ഉടനെ തന്നെ കണ്ടക്ടറെ വിളിച്ച് തന്റെ കയ്യിൽ ഒരു മാല കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കണം. ഉടനെ തന്നെ ആ കണ്ടക്ടർ ആ മാല വാങ്ങിച്ചിട്ട് നോക്കുകയും ഇത് സ്വർണമാലയാണല്ലോ എന്നും അയാൾ പറഞ്ഞു. വേഗം തന്നെ അവിടെയുള്ള ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും വിളിച്ച് അത് കാണിക്കുന്നു. ഇവിടെ ആരുടെയും മാല നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിങ്ങളുടെ ആരുടെയും ആണോ ഇത് എന്ന് ചോദിച്ച് ഉച്ചത്തിൽ അന്വേഷിക്കുമ്പോ പെട്ടെന്ന് പപ്പിമോള് തന്റെ കഴുത്തിൽ തൊട്ടു നോക്കി. എന്നിട്ട് പറഞ്ഞു, അയ്യോ അങ്കിൾ, അത് എന്റെ മാലയാ, എന്റേതാ എന്ന പപ്പിയുടെ വാക്ക് കേട്ട് അവിടെ യാത്ര ചെയ്യുന്ന മറ്റൊരാൾ വിളിച്ചു പറഞ്ഞു, അതെ, ആ കുട്ടിയുടെ അടയാളം ചോദിക്ക്. അത് കേട്ട ഉടനെ കുട്ടിക്ക് ഇതിന് എന്തെങ്കിലും അടയാളം പറയാവോ എന്ന് കുട്ടിയോട് അന്വേഷിക്കുമ്പോ കണ്ടക്ടറുടെ നേരെ ആ വികലാംഗൻ ദേഷ്യപ്പെടുന്നു. താൻ എന്തോ ഒരു കോപ്പനാടോ, താൻ എന്ത് പണിയായി പറയുന്നത്? ആ കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് അവരുടെ സാധനം കണ്ടാൽ മനസ്സിലാവില്ലേ? അത് മാത്രമല്ല, വലിയവരെ പോലെ സ്വർണത്തിന്റെ മൂല്യമൊന്നും അറിയത്തില്ലാത്ത കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കളവ് പറഞ്ഞ് അത് കൈക്കലാക്കേണ്ട ആവശ്യമൊന്നും ആ കുട്ടികൾക്കില്ല. അവര് നിഷ്കളങ്കരാണ്, അവരെ കണ്ടറിഞ്ഞൂടെ എന്ന് ചോദിച്ച് അയാൾ ദേഷ്യപ്പെട്ടു. താൻ അതങ്ങ് ആ കുട്ടിക്ക് കൊടുക്കണോ എന്ന് അയാൾ പറയുന്നത് കേട്ട് ഉടനെ കണ്ടക്ടർ ആ മാല പപ്പിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഉടനെ പപ്പി ആ ഒറ്റക്കാലിനെ നോക്കിയിട്ട് പറഞ്ഞു, താങ്ക് യു അങ്കിൾ. അത് കേട്ടതും ശരി മോളെ, ഇതിന് താങ്ക്സ് ഒന്നും വേണ്ട എന്ന് അയാൾ അറിയിച്ചു. എന്നിട്ട് പപ്പി അയാളെ നോക്കുന്നത് കണ്ട ഉടനെ സത്യ പപ്പിയെ തിരുത്തി. പപ്പി നേരെ നോക്കിയിരിക്കെ എന്ന് പറഞ്ഞപ്പോ പപ്പി വേഗം സത്യയോട് ചോദിച്ചു, അതെന്താ സത്യയെ? അപ്പോഴേക്കും പപ്പി അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് കണ്ടതോടെ പപ്പിയോട് സത്യ പറഞ്ഞു, അതെ, പരിചയമില്ലാത്ത ആളുകളോട് ചങ്ങാത്തം കൂടാൻ പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യയുടെ ചോദ്യം കേട്ട് പപ്പി പറഞ്ഞു, അയ്യോ, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, എനിക്കറിയില്ല എന്ന് പറയുന്നത് കേട്ട് സത്യ പറഞ്ഞു, എന്നതാ ഇപ്പൊ ഞാൻ പറഞ്ഞു, അറിയാത്ത ആളുകളോട് ചങ്ങാത്തം കൂടണ്ട, പപ്പി നേരെ ഇരിക്കുക എന്ന് പറഞ്ഞ് സത്യ നേരെ തന്നെ ഇരിക്കുന്നു. പപ്പി അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് സത്യ പറഞ്ഞതുപോലെ നേരെ ഇരുന്നു. അയാൾക്ക് അപ്പോഴേക്കും സത്യയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്റെ പദ്ധതികളൊന്നും നടപ്പിലാകില്ല എന്നുള്ള ആശങ്കയുണ്ടായി. ഈ സമയത്താണ് വിഷ്ണു രോഹിത്തിനോടൊപ്പം ശ്യാമയും കൂടി യാത്ര പുറപ്പെട്ടത്. കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രോഹിത്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ എടുത്ത രോഹിത്ത് സംസാരിച്ചു തുടങ്ങിയതും, ഞാൻ ADGP ശ്രീരഞ്ജിനിയാണെന്നും. രോഹിത് അല്ലേ സംസാരിക്കുന്നത്? രോഹിത്ത്, പത്മിനിയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് എന്ന് ശ്രീരഞ്ജിനി അറിയിച്ചു. പറഞ്ഞോളൂ മാഡം എന്ന് രോഹിത് പറഞ്ഞത് കേട്ട് ശ്രീരഞ്ജിനി പറഞ്ഞു, അതെ, കുട്ടിയുടെ മിസ്സിങ്ങിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. കുട്ടികളെ കണ്ടെത്താൻ ഫോൺ സിഗ്നൽ വഴിയും CCTV ഫോട്ടേജ് വഴിയും ഉള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ നോക്കുന്നുണ്ട്. ഉടനെ തന്നെ കുട്ടികളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ ഒരു വിവരം പത്മിനിയുടെ ഫാദർ എന്ന നിലയ്ക്ക് നിങ്ങളോട് അറിയിക്കാനാണ് ഇപ്പൊ ഞാൻ വിളിച്ചത്. ചില CCTV ഫോട്ടേജിൽ നിന്ന് കുട്ടികൾ രാവിലെ മീൻപാറയ്ക്കുള്ള ബസ്സിൽ ആ സ്കൂളിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണം തുടരുന്നത്. മീൻപാറയ്ക്കുള്ള ബസ്സിലാണ് കുട്ടികൾ കയറിയിരിക്കുന്നത് അറിയിച്ചതും പെട്ടെന്ന് രോഹിത് അത് കേട്ട് മീൻപാറയ്ക്കോ എന്ന് ചോദിച്ചു. അതെ, എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾ രോഹിത്തിനെ വിവരം അറിയിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ വെച്ച ഉടനെ ആകെ ആശങ്കയിലാകുന്നു രോഹിത്ത്. ഈ സമയത്ത് വിഷ്ണു കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ രോഹിത്ത് വിവരങ്ങൾ വിഷ്ണുവിനോട് പറയുന്നു. ഇപ്പോ ADGP ശ്രീരഞ്ജിനി മേഡമാണ് വിളിച്ചത്. മേഡമാണ് മോളുടെ മിസ്സിങ്ങിനെ കുറിച്ചുള്ള കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം നമുക്കിനി പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കല്ല, നമുക്ക് നേരെ പോകേണ്ടത് മീൻപാറയ്ക്കാണ്. അങ്ങോട്ടേക്കുള്ള ബസ്സിലാണ് കുട്ടികൾ കയറിയിരിക്കുന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ വിഷ്ണു ആകെ ഞെട്ടലോടെ കാറ് ബ്രേക്ക് ചെയ്തോടെ. ഉടനെ രോഹിത്ത് വിഷ്ണുവിന്റെ ആ ആശങ്കയും ഞെട്ടലും കണ്ട് രോഹിത്ത് ചോദിച്ചു, എന്ത് പറ്റി ബ്രോ, എന്താ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയത്? അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, അല്ല, നമ്മള് പോകേണ്ടത് മീൻപാറയ്ക്കല്ലേ എന്ന് ചോദിച്ചപ്പോ അതെ, മീൻപാറയ്ക്കാണ് എന്ന് രോഹിത്ത് അറിയിക്കണം. ആ വാക്ക് കേട്ട ഉടനെ വിഷ്ണുവിന് എന്തോ ഒരു ആശങ്ക ഉള്ളതുപോലെ രോഹിത്തിനും മനസ്സിലായി. വിഷ്ണു പെട്ടെന്ന് മീൻപാറ എന്ന് കേട്ടതും വിഷ്ണുവിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ആ വലിയൊരു കാടും അതിനോട് അടുത്ത് ചേർന്ന ആ പ്രദേശവുമായിരുന്നു വിഷ്ണുവിന്റെ മനസ്സിലാകെ. ഉടനെ മീൻപാറയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് വിഷ്ണു കാറ് സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്ത് ശാലിനിയും മറ്റുള്ളവരുമൊക്കെ മീൻപാറയിലേക്ക് തന്നെ പുറപ്പെട്ടു. അപ്പോഴാണ് കുട്ടികളുമായി പോയ ബസ് കൃത്യമായി ആ മീൻപാറയിലേക്ക് വന്നെത്തിയത്. അവിടെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിറങ്ങിയ ആ നിമിഷം കുട്ടികൾ വല്ലാത്ത ആശങ്കയോടെ ബസ്സിൽ അങ്ങ് നിന്നു. ഈ സമയത്ത്
ശ്രീരഞ്ജിനി മേഡത്തോട് നവാസ് എന്ന SI ചോദിച്ചു, അല്ല മേഡം, നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോ ശ്രീരഞ്ജിനി മേഡം നിരന്തരമായിട്ട് ആ ബസ്സിലുള്ള കണ്ടക്ടറുമായി കോണ്ടാക്ട് ചെയ്യാനായി ശ്രമിക്കുന്നു. പക്ഷേ അയാളെ വിളിച്ചിട്ട് ഫോൺ കണക്ട് ആവുന്നില്ലല്ലോ, സിഗ്നൽ കിട്ടുന്നില്ല എന്ന് ശ്രീരഞ്ജിനി മേഡം ആശങ്കപ്പെടുമ്പോ നവാസ് പറഞ്ഞു, അല്ല മേഡം, അങ്ങോട്ട് ജനവാസം കുറവായതുകൊണ്ട് അധികം ടെലിഫോൺ ഒന്നും അവിടെ വർക്ക് ആവുകയില്ല. അവിടേക്ക് ടെലിഫോൺ ടവറുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് മേഡം റേഞ്ച് കിട്ടാത്തത്. അല്ല മേഡം, നമ്മളിപ്പോ അവിടേക്ക് പോകേണ്ട കാര്യമുണ്ടോ? അവിടെ അടുത്തുള്ള സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാൽ പോരെ, അവരെ വിവരം അറിയിച്ചാൽ പോരെ എന്ന ശ്രീരഞ്ജനിയോട് നവാസ് ചോദിച്ചതും ശ്രീരഞ്ജനി മേഡം പറഞ്ഞു, അങ്ങനെ പോയാൽ പറ്റില്ല. ഇക്കാര്യത്തിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. നമ്മൾ പോകേണ്ട കാര്യത്തിന് നമ്മൾ തന്നെ പോയേ തീരൂ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ നമുക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരഞ്ജനി മേഡം അവിടെ നിന്ന് ഇറങ്ങുന്നു. കുട്ടികൾ തനിച്ച് അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ നോക്കി വീണ്ടും ആ ഒറ്റക്കാലൻ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സത്യ പപ്പിയെ വീണ്ടും താക്കീത് ചെയ്യുന്നു. പപ്പി പിന്നിലേക്ക് നോക്കണ്ട, അയാളെ നോക്കണ്ട, നേരെ നോക്കിയിരുന്നാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പപ്പി പിന്തിരിഞ്ഞു നോക്കാതിരിക്കാനായി സത്യ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് പപ്പിയും സത്യയും ആ വിജനമായ സ്ഥലമെല്ലാം കണ്ട് ആശ്വസിച്ചങ്ങനെ ഇരിക്കുമ്പോ വേഗം ബസ് സ്റ്റോപ്പ് എത്തി. ആ വണ്ടിയിലുള്ള ആളുകളെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു. അവസാനം ആ ഒറ്റക്കാലനും കുട്ടികളും മാത്രമായി. അവർ ഇതാണ് മീൻപാറ ടോപ്പ്, ഇനി ഇവിടുന്ന് ബസ് എങ്ങോട്ടും പോവില്ല, ഇവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് കുട്ടികളോട് അവിടെ ഇറങ്ങാനായി കണ്ടക്ടർ അറിയിച്ചു. അപ്പോഴേക്കും കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടക്ടറോട് സത്യ ചോദിച്ചു, കണ്ടക്ടർ അങ്കിൾ എന്ന് വിളിച്ചതും ഉടനെ സത്യയുടെ വിളിയേട്ട് കണ്ടക്ടർക്ക് മനസ്സിലായി, ഓ മോൾക്ക് ഞാൻ ബാക്കി തന്നില്ല അല്ലേ, ഇപ്പൊ തരാട്ടോ എന്ന് പറഞ്ഞ് ബാക്കി വേഗം ആ കുട്ടികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഇപ്പൊ തന്നെ ഞാൻ ബാക്കി തന്നു കേട്ടോ എന്ന് പറഞ്ഞ് കണ്ടക്ടർ വിവരങ്ങൾ ചോദിച്ചു. അല്ല, നിങ്ങൾക്ക് ഇവിടെ എവിടെയാ പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോ പപ്പി ചോദിച്ചു, അല്ല അങ്കിൾ, ഈ ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീട് എവിടെയാ? അത് ചോദിച്ച ഉടനെ ആർട്ടിസ്റ്റ് അങ്കിളോ, അങ്ങനെ ഒരാളെ കുറിച്ച് എനിക്കറിയില്ലല്ലോ എന്ന് കണ്ടക്ടർ പറഞ്ഞു. അപ്പോഴാണ് പപ്പി ബസ് തിരിച്ചെപ്പോഴാ പോകുന്നതെന്ന് അന്വേഷിച്ചത്. അങ്കിൾ, ഇനിയിപ്പോ ഈ വണ്ടി എപ്പോഴാ ഇവിടെ നിന്ന് പോകുന്നത് എന്ന് ചോദിച്ചതും ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും. ഞങ്ങൾക്ക് കാപ്പ് കുടിച്ചാൽ ഉടനെ തന്നെ ഞങ്ങൾ വണ്ടി ഇവിടുന്ന് തിരിക്കും എന്നറിയിച്ചു. അയ്യോ, അരമണിക്കൂർ കഴിഞ്ഞോ? അപ്പൊ പിന്നെ ഇനിയിപ്പോ എപ്പോഴാ തിരിച്ചു വരുന്നത് എന്ന് പപ്പി ആശങ്കയോടെ അന്വേഷിച്ചു. അതിനിപ്പോ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വരൂ എന്ന് പറഞ്ഞു. 2 മണിക്ക് വന്നാലും വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് പോകുമോ എന്ന് ചോദിച്ചപ്പം അരമണിക്കൂർ കഴിഞ്ഞ് പോകുമെന്ന് കണ്ടക്ടർ മറുപടി നൽകി. ഉടനെ തന്നെ സത്യ ചോദിച്ചു, അല്ല അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴാ വരുന്നത് എന്ന് ചോദിച്ചപ്പോ കണ്ടക്ടർ പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ 5 മണിയാകുമ്പോൾ വന്നാൽ പിന്നെ തിരിച്ചു പോകില്ല കേട്ടോ. കാരണം ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഈ കാടിന് ചുറ്റും ഈ മീൻപാറ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ കാട് വലിയ ഘോരമായ വനമാണല്ലോ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പിന്നെ രാത്രിയാകും തോറും വലിയ വലിയ ഒറ്റക്കൊമ്പനും അതുപോലെ തന്നെ നരഭോജികളായ സിംഹവും കടുവയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. വന്യജീവികളുടെ വിഹാര കേന്ദ്രമായ ഇവിടെ രാത്രിയായി കഴിഞ്ഞാൽ ആരും അങ്ങനെ ഇവിടേക്ക് വരാറില്ല. അതുകൊണ്ട് ചിലപ്പോ ഒറ്റക്കൊമ്പൻ വന്ന് ഈ ബസ്സൊക്കെ തള്ളിമറിച്ചിടും. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ഇവിടേക്ക് സർവീസ് ഇല്ലാത്തത്. പിന്നെ രാവിലെ വീണ്ടും പോവുകയുള്ളൂ. ഞങ്ങള് ഇവിടുന്ന് തന്നെ അങ്ങ് താമസവും ഇവിടെ എവിടെയെങ്കിലും ഞങ്ങൾ അടിയും. അതാണ് എല്ലാ ദിവസവും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പിയോടും സത്യയോടും കണ്ടക്ടർ സംസാരിക്കുകയും, അല്ല മോൾക്ക് ഇവിടെ വേറെ ആരെയും പരിചയമില്ലേ നിങ്ങൾക്ക് എന്ന് കണ്ടക്ടർ ചോദിച്ചതും ഉടനെ സത്യ പറഞ്ഞു, ഉണ്ട്, പരിചയമുണ്ട് എന്ന് പറഞ്ഞ് പപ്പിയെ തിരുത്തിക്കൊണ്ട് സത്യ മറുപടി നൽകി. പെട്ടെന്ന് സത്യം കൂടി വീണ്ടും കണ്ടക്ടറോട് അന്വേഷിച്ചു, അല്ല ഈ ആർട്ടിസ്റ്റ് അങ്കിൾ ഇവിടെ എവിടെയായിട്ടാ താമസിക്കുന്നത്? അത് കേട്ട ഉടനെ പപ്പിയുടെ ചോദ്യം കേട്ട് കണ്ടക്ടർ പറഞ്ഞു, ആർട്ടിസ്റ്റ് അങ്കിളോ, അങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ആ ഒറ്റക്കാലം പറഞ്ഞു, എനിക്കറിയാം ആ ആർട്ടിസ്റ്റ് അങ്കിളിനെ, എനിക്കറിയാവുന്ന ആളാണ്. അതുകൊണ്ടല്ലേ കുട്ടികളോട് ഞാൻ ഇവിടെ തന്നെ ഇറങ്ങാൻ പറഞ്ഞത് എന്ന് ആ ഒറ്റക്കാലൻ അറിയിച്ചു. അത് കേട്ട ഉടനെ ഞാൻ കാണിച്ചു കൊടുത്തോളാം, കണ്ടക്ടർ എന്നാ കയറിപ്പോക്കോ എന്ന് പറഞ്ഞപ്പോ ആ ബസ്സിലുണ്ടായിരുന്ന പോർട്ടർ വേഗം വിളിച്ചു, എടോ താൻ വരുന്നുണ്ടോ? കുടല് കരിഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ട് വേഗം വാടോ എന്ന് പറഞ്ഞതും കണ്ടക്ടർ എന്നാ ശരി മക്കളെ എന്ന് പറഞ്ഞ് വേഗം വണ്ടിയിൽ കയറി ബസ് എടുത്ത് അവരവിടെ നിന്ന് മടങ്ങി. ഈ സമയത്ത് ആ ഒറ്റക്കാലിനെ കണ്ട് പപ്പിയും സത്യയും വല്ലാതെ ആശങ്കപ്പെട്ടു. അല്ല അങ്കിളിന് എങ്ങനെയാ ആർട്ടിസ്റ്റ് അങ്കിളിനെ പരിചയം എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാം, നല്ല പരിചയമുള്ള ആളാ, എനിക്ക് അയാളെ നന്നായിട്ട് അറിയാം എന്ന് ആ ഒറ്റക്കാലം വീണ്ടും മറുപടി നൽകി. അപ്പോഴേക്കും സത്യ ചോദിച്ചു, ആണോ, എന്നാ അങ്കിള് ആ ആർട്ടിസ്റ്റ് അങ്കിളിന്റെ പേരൊന്ന് പറഞ്ഞേ. അത് കേട്ട ഉടനെ തന്നെ പേരറിയാറെ ആകെ ആശങ്കയോടെ നിൽക്കുകയാണ് അയാൾ. പെട്ടെന്ന് തന്നെ സത്യ ചോദിച്ചു, അല്ല അങ്കിളിന് പേരറിയത്തില്ലേ? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, പേരിലൊക്കെ എന്തിരിക്കുന്നു മോളെ, പേരറിയായിരുന്നോ? പെട്ടെന്ന് മോള് ചോദിച്ചപ്പോ പേര് ഞാൻ മറന്നുപോയി എന്ന്
സത്യയോട് അയാൾ മറുപടി നൽകി. അയാളുടെ മറുപടി കേട്ടതും സത്യക്കാകെ സംശയമായി. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, എന്നാ നമുക്ക് നടക്കാൻ സത്യ എന്ന് ചോദിച്ച് പപ്പിയും സത്യം കൊണ്ട് നടക്കാനായി തുടങ്ങിയതും അയാൾ പറഞ്ഞു, അതെ ഞാൻ കാണിച്ചു തരാം, ഞാൻ പറഞ്ഞല്ലോ എവിടെയാണ് ആർട്ടിസ്റ്റങ്ങളുടെ വീടെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്. അയാൾ ദേഷ്യപ്പെട്ടു തുടങ്ങിയതും പെട്ടെന്ന് അയാളെ തടഞ്ഞു വെച്ചുകൊണ്ട് ആർട്ടിസ്റ്റങ്ങൾ എവിടെയാണെന്ന് പറയാന്ന് പറഞ്ഞ് കുട്ടികളെ തടഞ്ഞു നിർത്താൻ അയാൾ ശ്രമിച്ചു. അപ്പോഴേക്കും പപ്പി ആകെ ടെൻഷനോടെ കരയാൻ തുടങ്ങി. കുഞ്ഞ് കരഞ്ഞു തുടങ്ങുന്നത് കണ്ടതോടെ വീണ്ടും അയാൾ ഭീഷണിപ്പെടുത്തി, അതെ മിണ്ടിപ്പോകരുത്, ഞാൻ പറഞ്ഞില്ലേ മര്യാദയ്ക്ക് നിന്നോ, ഇവിടെ നിന്ന് ശബ്ദം ഉയർത്തിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അയാൾ ഭീഷണി ഉയർത്തി. അപ്പോഴേക്കും സത്യക്ക് കാര്യം മനസ്സിലായതോടെ സത്യ പപ്പിയോട് പറഞ്ഞു, പപ്പി കരയാതെ, അങ്കിള് പറഞ്ഞില്ലേ നമ്മളെ കൊണ്ടേ കാണിക്കാവുന്ന, പിന്നെ എന്തിനാ പപ്പി കരയുന്നത്, പേടിക്കാതെ പപ്പി എന്ന് പറഞ്ഞപ്പോ കണ്ടില്ലേ ഇവൾക്ക് കാര്യം മനസ്സിലായി എന്ന് പപ്പി കരയുന്നത് കണ്ട് സത്യ സമാധാനപ്പെടുത്തുമ്പോ ഉടനെ സത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാൾ മറുപടി നൽകി. അത് കേട്ട ഉടനെ തന്നെ അയാൾ തന്റെ കയ്യിലിരുന്ന അത്രയും നേരം പിടിച്ചിരുന്ന ആ സ്റ്റിക്ക്, കുട്ടികളെ തടയാനായി പിടിച്ച ആ സ്റ്റിക്ക് പെട്ടെന്ന് അയാൾ മാറ്റുന്നു. ഈ സമയത്ത് ആ തക്കം നോക്കി പപ്പിയോട് സത്യ പറഞ്ഞു, പപ്പി ഓടിക്കോ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഈ സമയത്ത് അയാൾ പിന്നാലെ പോകാനായി ഒരുങ്ങി. നിൽക്കാനാ പറഞ്ഞത്, നീയൊക്കെ എവിടെ വരെ ഓടുമെന്ന് എനിക്കൊന്ന് കാണണം, എന്തായാലും നീയൊക്കെ എന്റെ പിടിയിൽ തന്നെ വരും എന്ന് പറഞ്ഞ് അയാൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് ശ്രീരഞ്ജിനി മേഡവും സംഘവും മീൻപാറയിലേക്ക് പുറപ്പെട്ടത്. കുറെ ദൂരം ഓടിക്കഴിഞ്ഞതും സത്യയോട് പപ്പി ചോദിച്ചു, അയ്യോ സത്യ ഇനി എനിക്ക് ഓടാൻ വയ്യ, അല്ല നീ എന്താ അങ്കിളിന്റെ അടുത്തുനിന്ന് ഓടിപ്പോന്നത് എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, അയാള് കള്ളനാ, അതുകൊണ്ടാണ് നമ്മൾ ഓടിപ്പോകുന്നത്. അപ്പോഴേക്കും വീണ്ടും സത്യയോട് ചോദിച്ചു പപ്പി, അല്ല നിനക്കെങ്ങനെ മനസ്സിലായി അയാൾ കള്ളനാണെന്ന്? അപ്പോഴാണ് പപ്പിയോട് സത്യ പറഞ്ഞത്, അതെ ഞാൻ ആർട്ടിസ്റ്റങ്ങളുടെ പേര് ചോദിച്ചപ്പോ ആ അങ്കിൾക്ക് പേര് പറയാനായി അറിയില്ലായിരുന്നല്ലോ, അങ്കിള് പേര് പറഞ്ഞില്ലല്ലോ. ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ആ അങ്കിളിനൊന്നും അറിയില്ല എന്ന്. അങ്കിള് പിന്നെ നമ്മുടെ നേരെ അങ്കിളിന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മളെ തടഞ്ഞു നിർത്താൻ നോക്കിയില്ലേ, അയാള് നമ്മളെ പിടിച്ചോണ്ട് പോകാനാ നോക്കിയത്, അതുകൊണ്ടാണ് ഞാൻ ഓടാൻ പറഞ്ഞത് എന്ന് പപ്പിയോട് സത്യ അറിയിച്ചു. അപ്പോഴേക്കും പപ്പി ചോദിച്ചു, അയ്യോ അങ്ങനെയാണെങ്കിൽ ആ അങ്കിള് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇവിടേക്ക് ടിക്കറ്റ് എടുത്തത്, ആ അങ്കിളല്ലേ പറഞ്ഞത് ആർട്ടിസ്റ്റങ്ങളുടെ വീട് കാണിച്ചു തരാമെന്ന്, അപ്പോ അയാൾ കള്ളനാണെങ്കിൽ അയാൾ പറഞ്ഞതും കള്ളായിരിക്കില്ലേ എന്ന് സത്യ ആശങ്കയോടെ പപ്പി സത്യയോട് ചോദിച്ചു. അത് കേട്ടപ്പോഴേക്കും സത്യ പറഞ്ഞു, അയ്യോ നീ എന്നെ കൂടി പേടിപ്പിക്കാതെ വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ നടന്നു പോകാൻ തുടങ്ങുമ്പോൾ അതുവഴി ഒരാള് വലിയൊരു കൂടയുമായിട്ട് വരുന്നത് കണ്ടു. അയാൾ എന്തോ കച്ചവടക്കാരനാണെന്ന് മനസ്സിലായതുകൊണ്ട് സത്യയോട് പപ്പി പറഞ്ഞു, അതെ നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചാലോ. അങ്ങനെ രണ്ടുപേരും കൂടി അയാളോട് അന്വേഷിച്ചു. അതെ അങ്കിളെ ഈ ആർട്ടിസ്റ്റങ്ങളുടെ വീട് എവിടെയാ എന്ന് ചോദിച്ചു. ആർട്ടിസ്റ്റങ്ങളോ, അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ, അല്ല കുട്ടികൾക്ക് ആളുടെ പേര് പറയാവോ എന്ന് ചോദിച്ചപ്പം ഉടനെ സത്യ ചോദിച്ചു, ഇവിടെ പടമൊക്കെ വരച്ചു കൊടുക്കുന്ന ആളില്ലേ, പോലീസുകാർക്ക് പടമൊക്കെ വരച്ചു കൊടുക്കുന്ന അങ്കിള്, ആ അങ്കിളിന്റെ കാര്യം ചോദിച്ചത് എന്ന് സത്യ പറഞ്ഞതും പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായി, ആ വിജയമോഹന്റെ കാര്യ പറയുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, അതെ അങ്കിളുടെ വീട് എവിടെയായിട്ടാ? അല്ല ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇവിടെ പടം വരയ്ക്കുന്നതും പിന്നെ ഈ പോലീസുകാരൊക്കെ ആയിട്ട് അടുപ്പമുള്ളതും അയാൾ മാത്രമേ ഉള്ളൂ, ഇവിടങ്ങളിൽ അങ്ങനെ അധികം ആളുകളൊന്നും ഇല്ല, അത്തരം അടുപ്പമുള്ള ആളുകളൊന്നും, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായതാണ്. പക്ഷെ അയാളുടെ വീട് ഇവിടുന്ന് കുറെ ദൂരം പോണല്ലോ കുട്ടികളെ, ഇവിടെയെങ്ങും അല്ല ആ വീടുള്ളത് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ കുട്ടികൾക്കാകെ ടെൻഷനായി. കുട്ടികൾ ചോദിച്ചു, അല്ല എന്തുവരെ പോണോ അങ്കിളെ ആ അങ്കിളിന്റെ വീട്ടിലേക്ക് എന്ന് ചോദിച്ചതും ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ടല്ലോ മക്കളെ, ഇവിടെ വലിയ കാടാണ്, ഈ കാട്ടിലൂടെ അങ്ങ് മുന്നോട്ട് പോയാ കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും ഈ വഴി ചെന്ന് എത്തുന്നത് ഒരു സെറ്റിൽമെന്റ് കോളനിയിലാണ്, അവിടെയാണ് വിജയമോഹന്റെ വീട്. അല്ല നിങ്ങൾക്ക് എങ്ങനെയാ വിജയമോഹനെ പരിചയം, നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണോ, എവിടുന്നാ വരുന്നത് എന്നൊക്കെ അയാൾ ചോദിച്ചതും പപ്പി വിവരം പറയാൻ തുടങ്ങുമ്പോൾ സത്യ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ഇവിടെ അറിയാം ആളുകളുണ്ട് എന്ന് പറഞ്ഞ് സത്യ പപ്പിയെ വിളിച്ചുകൊണ്ട് വരുന്നു. ഞങ്ങള് എന്നാ പൊക്കോട്ടെ അങ്കിളെ എന്ന് ചോദിച്ച് സത്യയും പപ്പിയും വീണ്ടും നടന്നു. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സത്യയോട് പപ്പി ചോദിച്ചു, അല്ല ആ അങ്കിളിനോട് പറയായിരുന്നെങ്കിൽ ആ അങ്കിള് നമ്മളെ സഹായിക്കുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ പപ്പിയുടെ ചോദ്യം കേട്ട് സത്യ പറഞ്ഞു, അത് വേണ്ട, അതൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞാ ഉണ്ടല്ലോ അത് കൂടുതൽ പ്രശ്നമാവും, അതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. അത് കേട്ടപ്പോഴേക്കും പപ്പി ചോദിച്ചു, അതെന്താ, എന്ത് പ്രശ്നമാവുന്ന നീ പറയുന്നത് എന്ന് സത്യയോട് പപ്പി വീണ്ടും ചോദിച്ചു. സത്യയുടെ ചോദ്യം കേട്ട് പപ്പി വീണ്ടും അങ്ങനെ ചോദിക്കുമ്പോ സത്യ പറഞ്ഞു, അതെ വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ഇവിടെ വന്ന വിവരമൊക്കെ ഉടനെ അവർ നമ്മുടെ വീട്ടുകാരെ അറിയിച്ചാലോ, അതുകൊണ്ടാ എന്ന് സത്യ അറിയിച്ചു. അത് ശരിയാ എന്ന് പപ്പിയും സമ്മതിച്ചു. അതെ കുറെ ദൂരം നടന്നല്ലോ, എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്ന്
പപ്പി പറഞ്ഞപ്പോ എന്തായാലും നമുക്ക് സ്നാക്സ് എടുത്ത് കഴിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ വഴിയിലിരുന്ന് ബിസ്ക്കറ്റും ചിപ്സും ഒക്കെ എടുത്ത് തിന്നുകൊണ്ടിരുന്നു. അല്ല, ഇനിയിപ്പം നമ്മള് എങ്ങനെയാ അങ്ങോട്ട് പോകുന്നത്? കുറച്ചു ദൂരം നടന്നപ്പോ എനിക്ക് വല്ലാതെ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, ആ അതെ, എന്തായാലും ഇനി കുറച്ചുകൂടെ നമുക്ക് നടക്കാം. നമുക്ക് ചേച്ചിയമ്മയുടെ പടം വരച്ച് കിട്ടണ്ടേ എന്ന് ചോദിച്ചപ്പം വേണം വേണം എന്ന് പപ്പി പറഞ്ഞു. എന്നാ നമുക്ക് കുറച്ചുകൂടെ പോകാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുസ്മിത അതുവഴി എത്തുന്നത്. സുസ്മിത ആരോ പറഞ്ഞനുസരിച്ച് മീൻപാറയിൽ വലിയ എന്തോ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് പുറപ്പെട്ടതാണെന്ന് തന്റെ കൂട്ടുകാരിയെ വിളിച്ച് സംസാരിക്കുന്നു. ഇവിടെ എന്തോ വലിയ പ്രകൃതി രമണീയമായ കാഴ്ചകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഞാനൊരു കുന്തവും കണ്ടില്ല. സത്യത്തിൽ ഇതൊക്കെ കണ്ട് നടക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ എന്തായാലും ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോരുക എന്ന് കൂട്ടുകാരിയെ വിളിച്ച് സുസ്മിത ആകെ ദേഷ്യത്തോടെ സംസാരിച്ചു. അപ്പോഴാണ് ശാലിനി കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമവുമായി അവിടെ മീൻപാറയും ലക്ഷ്യവെച്ച് പുറപ്പെട്ടത്. ഈ സമയത്തിനുള്ളിൽ ശ്രീരഞ്ജിനി മേഡവും സംഘവും ആ ബസ്സുകാരെ കണ്ടെത്തി കഴിഞ്ഞു. ബസ്സുകാരെ നിർത്തി കണ്ടക്ടറുടെ വിവരങ്ങൾ അന്വേഷിച്ചു. കണ്ടക്ടർ ആ കുട്ടികളെ കണ്ടതും കുട്ടികളെ ഇറക്കി വിട്ട സ്ഥലവും ഒക്കെ പറഞ്ഞു. അപ്പോഴേക്കും കുട്ടികളെ കണ്ടിട്ട് നിങ്ങൾ എന്താ അവരുടെ പേരൊന്നും ചോദിക്കാതിരുന്നത്, ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിക്കാതിരുന്നത്, അവരെവിടേക്കാ പോകുന്നെന്ന് ചോദിക്കാതിരുന്നത് എന്ന് അന്വേഷിച്ചതും ഇവിടെ ഒരു ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീട്ടിലേക്ക് പോവാന്നാ കുട്ടികൾ പറഞ്ഞതെന്ന് അറിയിച്ചു. ആർട്ടിസ്റ്റ് അങ്കിളോ? അതാരാ? ഇവിടെ ആരാ അങ്ങനെയുള്ളത്? കുട്ടികൾ ചോദിച്ച സ്ഥിതിക്ക് അതൊന്നും ശരിക്കും ചിത്രകാരന്മാരാകാനുള്ള സാധ്യതയില്ല. ഇനി ഇവിടെ വല്ല ആർട്ടിസ്റ്റുകളുണ്ടോ? വല്ല സിനിമാ നടന്മാരോ നടിമാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രീരഞ്ജിനി അന്വേഷിച്ചു. അങ്ങനെ ആരും തന്നെ ഇല്ല മേഡം എന്ന് അവർ മറുപടി നൽകി. ഈ സമയത്ത് വീണ്ടും എന്തായാലും നിങ്ങളെ സമ്മതിക്കണം. സ്കൂൾ യൂണിഫോമിൽ വന്ന 2 കുട്ടികള്, അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കണ്ടപ്പോ അവരെ കുറിച്ച് അന്വേഷിക്കണ്ടായിരുന്നോ? അത് മാത്രമല്ല, എന്തിനാണ് ഇപ്പോ സ്കൂളിൽ യൂണിഫോമും നെയിം കാർഡും ഒക്കെ കമ്പൽസറി ആക്കിയിരിക്കുന്നത് നിങ്ങൾക്കറിയാവോ? അത് ഇതുപോലുള്ള സാഹചര്യത്തിൽ എവിടെയെങ്കിലും കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു പോലീസിനെയും ആ കുട്ടികളുടെ വീട്ടുകാരെയും ഒക്കെ ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആന്ധ്രയിൽ നിന്ന് വന്ന് ഈ നാട്ടിൽ താമസം ഉറപ്പിച്ചിട്ട് അവസാനം ഇവിടുന്ന് പെൺകുട്ടികളെ വിശാഖപട്ടണത്തേക്കും മറ്റുമൊക്കെ കടത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അവരെയെല്ലാം പിടികൂടിയത് പോലീസ് മാത്രമല്ല, ഇതുപോലെ ഏത് സമയത്തും ജാഗരൂകരായിരുന്ന കർമ്മോത്സുകരായിരുന്ന നാട്ടുകാരുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ്, അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് എന്ന് ശ്രീരഞ്ജിനി മേഡം അറിയിച്ചു. അപ്പോഴേക്കും ആ കണ്ടക്ടറോടും ആ പോർട്ടറോടും വീണ്ടും ശ്രീരഞ്ജിനി മേഡം ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? നിങ്ങൾ തലയിൽ യാതൊരു ആൾതാമസം ഇല്ലാത്ത ആളുകളാണോ നിങ്ങൾ എന്നെല്ലാം ചോദിച്ച് ശ്രീരഞ്ജിനി ബഹളം വെച്ചതും ഉടനെ കണ്ടക്ടർ പറഞ്ഞു, അല്ല മേഡം, ആ ഒറ്റക്കാലിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയായിരിക്കും എന്ന് പറഞ്ഞതും ഒറ്റക്കാലിനോ? അയാൾ ആരാ എന്ന് ശ്രീരഞ്ജിനി മേഡം അന്വേഷിച്ചു. അത് പിന്നെ കുട്ടികള് ബസ്സിൽ കയറിയപ്പോ അതിലേക്ക് ഓടി വന്ന് കയറിയ ആളാണ്. അയാൾക്കറിയാന്നാണ് അയാൾ പറഞ്ഞത്. ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീട് കുട്ടികളെ അയാൾ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ബസ്സിൽ നിന്ന് അയാൾ കൂട്ടിക്കൊണ്ടു പോയത് എന്ന് കണ്ടക്ടർ അറിയിച്ചു. ആരായി ഒറ്റക്കാലൻ? അയാൾ നിങ്ങൾക്ക് മുൻപരിചയം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല മേഡം, അയാളെ ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നീട് ആ പോർട്ടറും കണ്ടക്ടറും അയാളെ കണ്ടുമുട്ടിയ സാഹചര്യം അയാളുടെ പെരുമാറ്റ രീതിയും ഒക്കെ പറയുന്നു. ആള് ഒരു പരുക്കൻ സ്വഭാവമാണെന്നും മുഖത്തും മുടിയും താടിയും ഒക്കെ നീട്ടിയ ആളാണെന്നും ഒറ്റക്കാല് മാത്രമുള്ള ആളാണെന്നും ഒക്കെ കണ്ടക്ടർ പറഞ്ഞത് കേട്ട് പെട്ടെന്ന് ശ്രീരഞ്ജിനി മേഡത്തിന് ആളെ പിടികിടുന്നു. ഒറ്റക്കാലൻ ബേബി എന്ന് ശ്രീരഞ്ജിനി മേഡം സംസാരിച്ചപ്പോ അവിടെ നിന്ന് അയാളുടെ പെരുമാറ്റത്തെക്കുറിച്ചും കുട്ടികളോടുള്ള അയാളുടെ സമീപനത്തെക്കുറിച്ചും ഒക്കെ കണ്ടക്ടർ പറഞ്ഞത് കേട്ട് ശ്രീരഞ്ജിനി മേഡത്തിന് ആകെ ഡൗട്ട് അടിച്ചു. ഉടനെ തന്നെ ശ്രീരഞ്ജിനി മേഡം ഒറ്റക്കാലം ബേബി എന്ന് പറഞ്ഞപ്പോ കണ്ടക്ടർ ചോദിച്ചു, മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ മേഡം? അത് കേട്ട ഉടനെ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ? വേഗം വണ്ടി എടുത്തോണ്ട് പോടോ താൻ എന്ന് പറഞ്ഞ് ശ്രീരഞ്ജിനി മേഡം കണ്ടക്ടറുടെ നേരെ ദേഷ്യപ്പെടുന്നു. ഉടനെ തന്നെ അവർ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് ശ്രീരഞ്ജിനി ആകെ ടെൻഷനോടെ ആ കുട്ടികൾ എവിടേക്ക് പോയിട്ടുണ്ടാകുമെന്നും ആരാണ് കൊണ്ടുപോയതെന്നും കൃത്യമായി മനസ്സിലായതുപോലെ തന്റെ കൂടെയുള്ള PC-യോട് പറഞ്ഞു, അതെ, കുട്ടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ഒറ്റക്കാലം ബേബി ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്. അയാളുടെ ഒപ്പമാണ് കുട്ടികൾ ഇപ്പോൾ ഉള്ളത്. എത്രയും വേഗം കുട്ടികളെ കണ്ടെത്തിയേ തീരൂ എന്ന് ശ്രീരഞ്ജിനി മേഡം അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു.